ഹായ് ഡിയേഴ്സ്, ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പെട്ടെന്നൊരു വിരുന്നുകാരനെത്തി. മഴയുടെ രൂപത്തിലാണ് വിരുന്നുകാരനെത്തിയത്. കുറേ കാലമായിട്ട് മഴയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കുടയൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. സ്കൂളിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മഴയുണ്ടായിരുന്നില്ലേ, അതുകൊണ്ട് നമ്മൾ വേഗം നടന്നു. അപ്പോഴത്തേക്കും പകുതി വഴി എത്തിയപ്പോഴത്തേക്കും മഴ പെയ്തു. ഇവിടെ ഇങ്ങനെ ഒരു കടയുണ്ട്. ആ കടയിൽ കയറി നിൽക്കുക ചെയ്തേ. അടുത്ത ഓട്ടോ കിട്ടാനൊന്നും യാതൊരു വഴിയില്ല. അപ്പോൾ കുറേ നേരം അവിടെ പോസ്റ്റ് അടിച്ചു നിന്നു. 3:45 ആയപ്പം തുടങ്ങിയ മഴയാണേ. അത് 4:45 തോർന്നിട്ടുണ്ടായിരുന്നില്ല. പിള്ളേരൊക്കെ ആയാലും മഴ നനഞ്ഞ് ഈ കടയിൽ കയറി നിൽക്കുകയോ ചെയ്തേ. പിന്നെ 4:45 ആയപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്നൊരു ടീച്ചറുടെ ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എന്നെയും വീട് വരെ ആ ഏട്ടൻ കൊണ്ടുപോയി വിട്ടു. അപ്പോൾ വൈകുന്നേരം ആയി. മഴ സാധാരണ കാപ്പിയൊന്നും കുടിക്കലില്ല. മഴയൊക്കെ നനഞ്ഞുകൊണ്ടൊരു പാലും കാപ്പിയൊക്കെ ഉണ്ടാക്കി. പക്കാവട ഉണ്ടായിരുന്നു. അതും കൂട്ടി നമ്മൾ കാപ്പി കുടിക്കുകയാണ്. ഇവനും പക്കാവട ഇഷ്ടമാണ്. പണ്ടൊന്നും നമ്മൾ ചോദിച്ചാലൊന്നും ഒരു സാധനം ഒരാൾക്ക് കൊടുക്കൂലായിരുന്നു. ഇപ്പം ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് തരുന്നുണ്ട് കേട്ടോ. എന്ത് പറ്റിയെന്നറിയില്ല. പ്രായം ചെല്ലുന്തോറും സ്വഭാവമൊക്കെ കുറേശ്ശെ മാറി മാറി വരുന്നുണ്ട്. വൈകുന്നേരം നേരത്തെ തന്നെ കുളിപ്പിച്ച്. ചെറിയ ജലദോഷക്കോളൊക്കെ ഉണ്ട്. പിന്നെ കുറേ നേരം ഇവൻ്റെ കളിയിൽ നോക്കിക്കൊണ്ടിരുന്നു. വീട്ടിലൊരു പൊട്ടിയ ഫോണുണ്ടേ. അതും എടുത്തിട്ട് എപ്പോഴും ഫോൺ വിളിയാണ്. അങ്കു, ആൻറ്റി, മമ്മ, മാമ എന്നൊക്കെ പറഞ്ഞ് ഫോൺ വിളിച്ചുകൊണ്ടേയിരിക്കും. ഇശുവേ അമ്മയുടെ പൊന്നേതാ. ഇവനുള്ളതുകൊണ്ട് സമയം പോകുന്നതേ അറിയില്ല കേട്ടോ. ഇവൻ്റെ നേരെ കൂടെ ഇങ്ങനെ കുറേ നേരം കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കും. അപ്പോൾ ഞാൻ നോക്കുമ്പം ഫാഷൻ ഫ്രൂട്ടൊക്കെ ഇങ്ങനെ പോവാറായി. എന്നാൽ പിന്നെ ഒരു ഫാഷൻ ഫ്രൂട്ട് എടുത്ത് അങ്ങോട്ട് കഴിച്ചേക്കാമെന്ന് വിചാരിച്ചു. ഇതിന് വലിയ പുളിയൊന്നുമില്ല, നല്ല മധുരമാണ്. അതുകൊണ്ട് പഞ്ചസാരയൊന്നും ഇടേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ അങ്ങനെ അതെടുത്ത് മുറിച്ച് കഴിച്ചു. പിന്നെ ഇവനങ്ങ് ഫുഡ് കഴിക്കാനൊക്കെ തുടങ്ങി. 1.5 വയസ്സാവാറായി. പക്ഷെ ചോറങ്ങനെ കഴിക്കുന്നില്ല. 1-2 വായേ കഴിക്കൂ. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ഒരു സമാധാനത്തിന് ജസ്റ്റ് ഒന്ന് കുറുക്കും കൂടെ കൊടുക്കുന്നുണ്ട് രാത്രി കിടക്കുന്നതിന് മുമ്പ്. പിന്നെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കുറേ പേര് വീഡിയോ കാണുന്നുണ്ട്, പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കുറവാണ്. അപ്പം വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അപ്പം കുറുക്ക് റെഡിയാക്കിയിട്ട് അത് തണുക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പം ഡിസംബറൊക്കെ തുടങ്ങിയില്ലേ. സാധാരണ ഇവിടെ ഡിസംബർ 1-ാം തീയതി തന്നെ നക്ഷത്രം തൂക്കുന്നതാണ്. ഈ വട്ടം അങ്ങനെ നക്ഷത്രം തൂക്കിയില്ല. ഇന്ന് 4-ാം തീയതി എങ്ങാണ്ടായിട്ടുണ്ട്. അന്നേരമാണ് നമുക്കിവിടെ സമയം കിട്ടിയത് നക്ഷത്രം തൂക്കാൻ. നക്ഷത്രമൊക്കെ തൂക്കിയിട്ടുണ്ട്. ഇപ്പോഴാണ് ക്രിസ്മസിൻ്റെ ഒരു വൈബ് തോന്നാൻ തുടങ്ങിയത് നക്ഷത്രമൊക്കെ കാണുമ്പോൾ. പിന്നെ രാത്രിയായി. ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് ഇരുന്നു. ഇത് കണ്ടോ, നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ ഇലിമ്പിക്ക അച്ചാറും കൂർക്കത്തോരനും മീൻ കറിയായിരുന്നു ഇന്ന്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.